ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച കേട്ടോ, ഭയങ്കര മടിയുള്ളൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞാപ്പിക്ക് ബർത്ത്ഡേ ഷൂട്ടിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടില്ല, അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അപ്പൂസിനൊക്കെ ഒന്ന് നോക്കാം, ഉണ്ടെങ്കിലും എടുക്കാം കേട്ടോ. എന്താ കുഞ്ഞാപ്പി ഉണ്ട്. നമ്മൾ ആദ്യം പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ, നാദാപുരം സ്റ്റുഡിയോയിലേക്കാണ് പോയത്. അപ്പോൾ അപ്പൂസിനായിരുന്നു ഡ്രസ്സൊക്കെ നോക്കാനുണ്ടായിരുന്നത്, എനിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പറാ. ബ്ലാക്ക് പാൻറ് അന്വേഷിച്ച് ബ്ലാക്ക് പാൻറ് മാത്രം കിട്ടുന്നില്ല. അപ്പോൾ ബ്ലാക്ക് പാൻറ് കുഞ്ഞാപ്പൂൻ്റെ കളി അപ്പൂസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ കുഞ്ഞാപ്പൂൻ്റെ ബർത്ത്ഡേ ഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു അപ്പൂസിൻ്റെ ഡ്രസ്സ് എടുക്കുന്നത്. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലെങ്ങാണ്ട് നാദാപുരത്ത് നിന്ന് തന്നെ സ്റ്റുഡിയോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗേൾസ് സെക്ഷനിൽ ഒരുപാട് കാഷ്വൽ വെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുള്ള അടിപൊളി കാഷ്വൽ വെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പാർട്ടി വെയർ ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ഇഷ്ടമായി. അപ്പൂൻ്റെ ബർത്ത്ഡേ പാർട്ടീൻ്റെ കുഞ്ഞാപ്പൂന് ഇടാനുള്ള ഡ്രസ്സും അപ്പൂസിന് ഇടാനുള്ള ഡ്രസ്സും കിട്ടി, പക്ഷെ എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല. എന്നാലും ഇങ്ങനെ നോക്കുന്നുണ്ട്, അവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാമെന്ന രീതിയിൽ ഞാൻ നോക്കി. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. കാഷ്വലായിട്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, എനിക്ക് മാത്രം കിട്ടിയില്ല. ഹലോ, നമ്മൾ ഡ്രസ്സൊക്കെ തപ്പി ഇറങ്ങിയിട്ട് അവസാനം ഡ്രസ്സ് മാത്രം കിട്ടിയില്ല ഗൈസ്. ഫോട്ടോഷൂട്ടിൻ്റെ ഡ്രസ്സ് കിട്ടിയില്ല. നമ്മൾ കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല. നാദാപുരം വരെ എത്തിയിട്ടോ, സ്റ്റുഡിയോയ്ക്കൊക്കെ തിരങ്ങി ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഡേമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. കിച്ചണിൽ ഇങ്ങനെ വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ അപ്പൂസിന് വിശന്നപ്പോൾ ഒരു പുഴുക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിശന്ന് പൊരിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ എന്തൊക്കെയോ മേടിച്ച് കഴിച്ചു. ഫ്രൈഡ് വാങ്ങി കേട്ടോ, ഫ്രൈഡ് ചിക്കൻ വാങ്ങി. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഊർജം സ്വരൂപിച്ച് നമ്മൾ ഒന്നുകൂടെ ഇറങ്ങിട്ടോ. അപ്പോൾ നമ്മൾ ശോഭികയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കൊയിലാണ്ടി ശോഭികയിൽ പോയി. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് മാത്രമേ കിട്ടിയുള്ളൂ, ഫോട്ടോഷൂട്ടിൻ്റെ ഡ്രസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ കുറ്റ്യാടി ശോഭികയിലുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അവിടെ പോയിട്ട് അവൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ മോഡലൊന്ന് കാണിക്കുമ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആ മോഡൽ ഇല്ലയെന്ന്. അപ്പോൾ പിന്നെ അവിടെ അവന് വേണ്ടിയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ തോന്നില്ല. നേരെ എനിക്ക് പാർട്ടി വെയർ ആയിട്ട് ഇടാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കി. പക്ഷെ പിന്നെ അവിടെ ഭയങ്കര ഹെവി വർക്കായിട്ടുള്ള പാർട്ടി വെയർസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് നോക്കിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനും ചേച്ചിയും അപ്പൂസും കൂടിയിട്ട് കൊയിലാണ്ടി ശോഭികയിൽ കയറി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളെ പാർട്ടി വെയർ ആണെങ്കിലും കിഡ്സ് സെക്ഷനിലാണെങ്കിലും കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് പോയപ്പോഴും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പൂൻ്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചേച്ചിയുണ്ട്, കുഞ്ഞാപ്പുണ്ട്, അപ്പൂസുണ്ട്. ആദ്യം നമുക്ക് ശോഭികയിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. പക്ഷേ നമ്മൾ കുഞ്ഞാപ്പൂൻ്റെ ബർത്ത്ഡേ പാർട്ടീൻ്റെ ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാലും നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ് കിട്ടി കേട്ടോ. കൊയിലാണ്ടി ശോഭികയിൽ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കും. കിഡ്സ് സെക്ഷനിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ മോൻ്റെ ബർത്ത്ഡേൻ്റെ ഫംഗ്ഷൻ്റെ ഡ്രസ്സും കൂടി എടുത്തിട്ട് മടങ്ങി വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.